ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് നമുക്ക് ഏവർക്കും ഏറ്റവും സുപരിചിതമായ ഒരു വിഷയമാണ് ഞാൻ സന്ദേശത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് നമുക്കെല്ലാവർക്കും അറിയുമെങ്കിൽ തന്നെയും പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ നാം മറന്നു പോകുന്നതായ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം മറന്നു പോകുന്നതുമായ ഒരു വിഷയമാണ്. ഇനി നമുക്കറിയാം, ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സകല കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇത് യുദ്ധങ്ങൾ, അതുപോലെ തന്നെ ആഭ്യന്തര കലഹങ്ങൾ, ധാർമ്മികമായ അധപ്പതനം, പ്രകൃതിക്ഷോഭങ്ങൾ, അതുപോലെ തന്നെ പലവിധമായ മഹാമാരികൾ, ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരൊറ്റ കാര്യത്തിലേക്കാണ്. യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു, അത് വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന കാര്യമാണത്. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം, ഇതൊക്കെ മുൻകൂട്ടി തന്നെ വേദപുസ്തകത്തിലൂടെ ദൈവം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മുടെ കൺമുൻപിൽ നാം കാണുമ്പോഴും അത് അറിഞ്ഞിട്ടും നാം എന്ത് മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തക്കവണ്ണം ശ്രമിച്ചിട്ടുള്ളത്? കർത്താവിനെ വരവേൽക്കാൻ നാം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നാം എന്ത് ചെയ്തു? നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് ചെയ്തു എന്ന് നാം സ്വയം ചിന്തിക്കുക. ഇതെല്ലാം അറിഞ്ഞിട്ടും ജാതികളെപ്പോലെ, ഒന്നും അറിയാത്തവരെ പോലെ അവർക്കിടയിൽ ലൗകികമായി നാം ജീവിക്കുകയാണോ എന്ന് നാം ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ഒരുക്കമാണ് നമ്മുടെ ജീവിതത്തിൽ? ആ മഹാദിവസത്തിൽ യേശുക്രിസ്തു വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒപ്പം പോകുവാൻ തക്കവണ്ണം നാം എന്ത് ഒരുക്കമാണ് നാം ചെയ്യുന്നത് എന്ന് നമുക്കിന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം. നമുക്ക് വേദപുസ്തകത്തിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ രണ്ടാം വരവിൽ അനേകം പേർ ഒരുങ്ങില്ല, അനേകം പേർ ആ ദിവസത്തിൽ നഷ്ടപ്പെട്ടു പോകും എന്ന വേദനാജനകമായ സത്യം നമുക്ക് മുൻകൂട്ടി തന്നെ ഇതിലൂടെ പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിൽ നാം ഉൾപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിൻ്റെ ആ മഹാദിവസത്തിൽ കർത്താവിൻ്റെ വരവിൽ ആനന്ദിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കുവാൻ തക്കവണ്ണം നമുക്ക് എപ്രകാരമാണ് ഒരുങ്ങുവാൻ തക്കവണ്ണം സാധിക്കുക? നമുക്ക് വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ സമയം കർത്താവേ, അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ വരുന്നു കർത്താവേ. ഞങ്ങൾ വചനം പഠിക്കുമ്പോൾ അങ്ങയുടെ കൃപയും സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കുമാറാകണമേ കർത്താവേ. അങ്ങയുടെ പരിശുദ്ധാത്മാവെല്ലാം ഞങ്ങളെ പിന്തുണയ്ക്കുമാറാകണമേ കർത്താവേ. ഈ സമയം ആ വചനം ഘോഷിക്കുമ്പോൾ അങ്ങനെ ഇതിലൂടെ സംസാരിക്കുമാറാകണമേ കർത്താവേ. ഇത് കേൾക്കുന്നവരുടെ മനസ്സിൽ പതുകയും അവർക്കത് മനസ്സിലാക്കി ആ വചനം അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നന്മയുള്ളൊരു ജീവിതം നയിക്കുവാനും തക്കവണ്ണം ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ. ഈ സമയം ഞങ്ങൾ വചനഘോഷത്തിനായി കടന്നു പോകുന്നു കർത്താവേ. അങ്ങനെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ പിന്തുണയ്ക്കുമാറാകണമേ കർത്താവേ. എല്ലാം ഞങ്ങൾക്ക് ജീവൻ യേശുവിനെ നാം ചോദിക്കുമ്പോൾ കൃപയോടെ വെക്കണേ പരിശുദ്ധനായ പിതാവേ, ആമേൻ. വെളിപ്പാട് പ്രവചനം 1-ാം അധ്യായം 7-ാം വാക്യം പ്രകാരം പറയുന്നു, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏതു കണ്ണും അവനെ കുത്തിത്തുളച്ച് വരും, അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. അപ്പോൾ അന്ന് കർത്താവ് ആ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ ആ വാനമേഘങ്ങളിൽ വരുമ്പോൾ അനേകർ കർത്താവിനെ നോക്കി ഇപ്രകാരം പറയും, കർത്താവേ, അങ്ങ് വരുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു, എന്നാൽ ഇത്ര പെട്ടെന്ന് അങ്ങ് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്ന് അനേകം പേർ പറയുന്നതായി സ്പിരിറ്റ് ഓഫ് പ്രൊഫസിയിൽ നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളുണ്ടാവുമെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. നാം ഇന്ന് ഒരുങ്ങിയിട്ടുണ്ടോ? അപ്പോൾ ഇന്ന് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുവാനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പായി കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു 7 സവിശേഷതകൾ, 7 facts about the second coming of Lord Jesus Christ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇറ്റ് വിൽ ബി ലിറ്ററൽ. അതായത് അത് ശരിക്കും നടക്കുന്ന ഒരു കാര്യമാണ്. അത് ആത്മീയമായോ ആലങ്കാരികമായോ അല്ലെങ്കിൽ ആരും അറിയാതെ ജനങ്ങൾക്കിടയിൽ നിന്ന് വിശുദ്ധന്മാരെ കൂടി സ്വർഗത്തിലേക്ക് പോകുന്നതോ ആയ ഒരു കാര്യമല്ല. അത് എല്ലാവരും കാണുകയും എല്ലാവരും കേൾക്കുകയും ചെയ്യുന്ന ശരിക്കും നടക്കുന്ന ഒരു ലിറ്ററൽ ഇവൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇറ്റ് വിൽ ബി വിസിബിൾ. എല്ലാ കണ്ണുകളും അത് കാണും. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, ഇറ്റ് വിൽ ബി ഓഡിബിൾ. എല്ലാവരും, സകല ജാതികളും അത് കേൾക്കും. ഫോർത്ത് വൺ, ഇറ്റ് വിൽ ബി ഗ്ലോറിയസ് ഇവന്റ്. അത് ഏറ്റവും മഹത്വകരമായ ഒരു വരവായിരിക്കും. അഞ്ചാമത്തെ കാര്യം, ഇറ്റ് വിൽ ബി ക്ലൈമാക്റ്റിക്. അന്ന് കർത്താവിൽ മരിച്ചവർ ഉയർക്കുകയും ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ കർത്താവിനോടൊപ്പം സ്വർഗത്തിൽ പോവുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. ആറാമത്തെ കാര്യം, മോസ്റ്റ് വിൽ നോട്ട് ബി റെഡി. അന്ന് അനേകം പേർ ഒരുങ്ങില്ല എന്ന് വേദപുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നു. അന്ന് അവർ കർത്താവിൻ്റെ വരവിൻ്റെ ആ വെളിച്ചത്തിൻ്റെ പ്രഭാവത്തിൽ മരിച്ചു വീഴുന്നതായും നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഏഴാമത്തെ കാര്യം, ഇറ്റ് വിൽ ബി സൂൺ. ഏറ്റവും വേഗത്തിൽ നടക്കാൻ പോകുന്ന ഒരു സംഭവമാണ് കർത്താവിൻ്റെ രണ്ടാം വരവ് എന്ന് പറയുന്നത്. ഇനി എപ്രകാരമാണ് ആ വരവിന് നാം ഒരുങ്ങേണ്ടത്? നമുക്കറിയാം, ഈ അടയാളങ്ങളെല്ലാം നാം കാണുന്നുണ്ട്.
ഈ അടയാളങ്ങളെല്ലാം എന്തിനാണ് സൂചിപ്പിക്കുന്നത് ഞാൻ അറിയുന്നു. കർത്താവിൻ്റെ വരവ് ഏറ്റവും വേഗത്തിൽ നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ മഹാദിവസത്തിൽ ഞാൻ നഷ്ടപ്പെട്ടു പോകുവാതിരിക്കുവാൻ തക്കവണ്ണം ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രേ ഓൾവേസ്. എപ്പോഴും പ്രാർത്ഥിക്കുക. ലൂക്കോസിൻ്റെ സുവിശേഷം 21:36 പ്രകാരം പറയുന്നു, ആകയാൽ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. അപ്പോൾ നാം എന്തിനാണ് ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പാൻ തക്കവണ്ണം പറയുന്നത്? എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുൻപിൽ നിൽപ്പാനും. അപ്പോൾ എല്ലാ ദിവസവും നാം മുടങ്ങാതെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ളൊരാവശ്യമുണ്ട്. ഈ പ്രാർത്ഥന എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശമാക്കുന്നത്? ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡ്. നാമും ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും കർത്താവുമായിട്ട് നമുക്കുള്ള ആ ഒരു ബന്ധം അത് മുടങ്ങാതെ നാം നിലനിർത്തേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയുണ്ട്. ഒരിക്കലും അത് മുടക്കാൻ തക്കവണ്ണം പാടില്ല. ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് എല്ലാ ദിവസവും വേണം. നമുക്കറിയാം, അതിനും മാതൃക നമുക്കുണ്ട്. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അതിരാവിലെയും അതുപോലെ തന്നെ രാത്രി വൈകിയും ഒക്കെ പ്രാർത്ഥിച്ചിരുന്നതായിട്ട് നമുക്ക് പല ഭാഗങ്ങളിൽ കാണുവാൻ തക്കവണ്ണം സാധിക്കും. നമുക്കറിയാം, അന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും തിരക്കേറിയ ഒരു വ്യക്തിയായിരുന്നു യേശുക്രിസ്തു എന്ന് പറയുന്നത്. അപ്പോൾ ആ തിരക്കിനിടയിലും യേശുക്രിസ്തു തൻ്റെ പിതാവായ ദൈവത്തോട് സംസാരിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം സമയം കണ്ടെത്തിയിരുന്നു. അപ്പം നാമും ഇന്ന് അതേപോലെ ആയിരിക്കണം. ഒരിക്കലും നമ്മുടെ സമയക്കുറവ് പറഞ്ഞോ എന്ത് പ്രതികൂലമായ സാഹചര്യങ്ങൾ പറഞ്ഞോ ഒന്നും നാം പ്രാർത്ഥിക്കാതിരിക്കരുത്. അതിന് ഒരു മുടക്കവും വരുത്തുവാൻ തക്കവണ്ണം പാടില്ല. അത് എല്ലാ ദിവസത്തിലും നാം ചെയ്യേണ്ടതായിട്ടുള്ളൊരു ആവശ്യകതയുണ്ട്. നാം ചിലപ്പോൾ പല പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനൊന്നും തോന്നാറില്ല. പക്ഷെ ഒരു കാര്യം അപ്പോൾ ചിന്തിക്കുക, ആ സാഹചര്യത്തിലാണ് യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമുള്ളത്. ആ സാഹചര്യത്തിലാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അതാണ് ഒന്നാമത്തെ കാര്യം, പ്രേ ഓൾവേസ്. എപ്പോഴും പ്രാർത്ഥിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, അതിനോട് കണക്ട് ചെയ്തതിനെ ഞാൻ പറയുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു, വാച്ച്. ഉണർന്നിരിക്കുക, ജാഗരൂകരായിരിക്കുക, നോക്കി പാർക്കുക. മത്തായിയുടെ സുവിശേഷം 26:41 പ്രകാരം പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പിൻ, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. വാച്ച് ആൻഡ് പ്രേ ദാറ്റ് ye enter not into ടെംപ്റ്റേഷൻ. ഇത് ഗെത്സമനയിൽ വെച്ച് താൻ ഉറക്കത്തിലായിരുന്നതിന് ശിഷ്യന്മാരോട് യേശുക്രിസ്തു പറയുന്ന വാക്കുകളാണ്. അപ്പോൾ നാം എന്തിനെതിരെയാണ് നോക്കി പാർക്കേണ്ടത് എന്നിവിടെ പറയുന്നു. എന്തിനെതിരെയാണ് നാം നോക്കി പാർക്കേണ്ടത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പിൻ. എന്തിനാണ്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം. in order to avoid the temptations to sin, in order to overcome the temptations of sin. നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്ന എല്ലാ പ്രലോഭനങ്ങളെയും നാം അതേപോലെ തന്നെ നമ്മുടെ പരീക്ഷണങ്ങളിൽ അകപ്പെടാതിരിക്കുവാൻ തക്കവണ്ണമാണ് നാം ഉണർന്നിരിക്കേണ്ടത്. അതിനെതിരെയാണ് നമ്മൾ ജാഗരൂകരായിരിക്കേണ്ടത് എന്നിവിടെ പറയുന്നു. നമുക്കറിയാം, സാത്താൻ നമ്മൾ നിരന്തരം ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്താലാണ് ഇവനെ വീഴ്ത്തുവാൻ തക്കവണ്ണം സാധിക്കുക? എന്ത് ചെയ്താലാണ് ഇവനെ പാപത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം സാധിക്കുക? നമ്മുടെ വീക്ക് പോയിന്റ്സ് മനസ്സിലാക്കി ആ വീക്ക് പോയിന്റ്സിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് സാത്താൻ നമ്മളെ പാപം ചെയ്യിക്കുന്നത്. അപ്പോൾ അതിലകപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഉണർന്നിരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ പാപം എന്താണ് നമ്മളെ കൊണ്ട് ഈ പാപം ചെയ്യിക്കുന്നത്? നമ്മുടെ ജഡമോഹങ്ങളാണ്, അല്ലേ? അപ്പോൾ ഈ ജഡമോഹങ്ങളെ അതിജീവിക്കാൻ തക്കവണ്ണം ഒരിക്കലും നമ്മളെ കൊണ്ട് മാത്രം സാധിക്കില്ല. അതിന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ബലവും കൂടെ ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഉണർന്നിരിക്കുവാൻ തക്കവണ്ണം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമ്മളോട് കർത്താവ് ആഹ്വാനം ചെയ്യുന്നത്. 1 പത്രോസ് 5:8 പ്രകാരം പറയുന്നു, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ബി സോബർ, ബി വിജിലൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, സാത്താൻ നമ്മുടെ ബലഹീനതകളെയാണ് പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാക്യം എഴുതിയ 1 പത്രോസിൻ്റെ ലേഖനം 5:8 ഇത് എഴുതിയ പത്രോസ് ഇതേപോലെ പിശാചിൻ്റെ ഒരു പരീക്ഷണം നേരിട്ട വ്യക്തിയാണ്. നമുക്കറിയാം, അന്ന് ആ പരീക്ഷയിൽ എന്ത് സംഭവിച്ചു? അന്ന് ആ പരീക്ഷയ്ക്ക് വേണ്ട വിധത്തിൽ ഒരുങ്ങാത്തത് കൊണ്ട് പത്രോസിന് വീണുപോയതായിട്ട് നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും. കർത്താവിന് വേണ്ടി നിൽക്കണോ അതോ യേശുവിനെ തള്ളി പറയണോ എന്നൊരു ചോയ്സ് അവിടെ പത്രോസിൻ്റെ മുമ്പിൽ വച്ചപ്പോൾ അതിന് തൻ്റെ ജീവൻ്റെ വിലയുണ്ടായിരുന്നു. തൻ്റെ ജീവനെ ഭയന്ന് പത്രോസ് എന്ത് തീരുമാനിച്ചു? കർത്താവിന് തള്ളി പറയാൻ തക്കോണം പത്രോസ് തീരുമാനിക്കാൻ തക്കോണം. ഇവിടെ അത്രയും നാൾ കർത്താവിൻ്റെ ഒപ്പം നടന്ന ശിഷ്യൻ, അത്രയും വിശ്വാസമുള്ളൊരു ശിഷ്യൻ കർത്താവിന് തള്ളിപ്പറയാൻ തക്കോണം ഇടയായി.
എന്നാൽ പിന്നീട് നമുക്കറിയാം, മാനസാന്തരപ്പെട്ട് ശേഷിച്ച ജീവിതം യേശുവിനെ മാറ്റിവെച്ചു എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമുക്കും ഇതേപോലൊരു സിറ്റുവേഷൻ നേരിടേണ്ടതായിട്ട് വരും. അന്ത്യകാലത്ത് ഇതേപോലെ വി വിൽ ബി ഗിവൻ എ ചോയ്സ് വി വിൽ ഹാവ് 2 ഓപ്ഷൻസ്. 2 ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ടാവും. ഒന്ന്, ദൈവത്തിന് വേണ്ടി നിൽക്കണോ, അതോ ദൈവത്തിൻ്റെ കൽപ്പനയെ തള്ളിക്കളഞ്ഞുകൊണ്ട് ലോകത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെട്ട് ജീവിക്കണോ? ഈ ഒരു 2 ചോയ്സ് ആയിരിക്കും നമ്മുടെ മുമ്പിൽ ഉണ്ടാവുക. നാം എന്തെന്ന് തിരഞ്ഞെടുക്കും? നാം സ്വയം ചിന്തിക്കുക. അത് നമ്മുടെ ജീവന് പോലും ഭീഷണിയായേക്കാവുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ്റെ വിലയായിരിക്കും ആ ഒരു ഡിസിഷൻ ഉണ്ടാവുക. ആ ഒരു സമയം നാം എന്ത് തീരുമാനമെടുക്കും? യേശുവിൻ്റെ കൂടെ നിൽക്കുമോ, അതോ ഈ ലോകത്തിൻ്റെ നിയമങ്ങൾ തിരഞ്ഞെടുക്കുമോ എന്ന് നാം സ്വയം ചിന്തിക്കുക. സോ ബി സോബർ, ബി വിജിലൻറ്റ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 44-ാം വാക്യം, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. ജനങ്ങൾ ലൗകികമായ കാര്യങ്ങളിൽ ഏറ്റവും അധികമായി മുഴുകിയിരിക്കുന്ന ഒരു സമയം, ലോകത്തിൻ്റെ പ്രശ്നങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കും കർത്താവ് മേഘങ്ങളിൽ വരുന്നത്. അന്ന് ഒരുങ്ങാത്ത ജനം ആ പ്രഭാവം കണ്ട് ഓടി ഒളിക്കുമെന്ന് വചനം നമ്മളോട് പറയുന്നു. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 6-ാം വാക്യം, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക. അതാണ് 2ാമത്തെ കാര്യം. ബി സോബർ, ബി വിജിലൻറ്റ്. നാം ഉണർന്നിരിക്കണം. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് ബിഹോൾഡിങ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്നവരാവണം നാം ഓരോരുത്തരും. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യം ഇപ്രകാരം പറയുന്നു, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? നാം കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരാണ്. ഒരു കണ്ണാടി എങ്ങനെയാണോ നമ്മുടെ ഇമേജിനെ റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് തന്നെ കാണിച്ചു തരുന്നത്, അതേപോലെ കർത്താവിനെ നാം ഒരു കണ്ണാടി എന്ന പോലെ റിഫ്ലക്റ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. ആ ഒരു രീതിയിലാവണം. എന്ന് പറഞ്ഞാൽ നാം ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരാവണം. നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവൃത്തി എല്ലാം തന്നെ യേശുക്രിസ്തു എപ്രകാരമായിരുന്നോ അതേപോലെ ആയിരിക്കണം. മറ്റുള്ളവർ നമ്മെ നോക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കാണുന്ന രീതിയിൽ നാം രൂപാന്തരപ്പെടേണ്ടതായിട്ടുണ്ട്. അതാണ് 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ക്രിസ്തുവിനെ പ്രതിബിംബിക്കുക, ബിഹോൾഡിങ് ക്രൈസ്റ്റ്. 4ാമത്തെ കാര്യം ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് പറയാൻ തക്കോണം സാധിക്കും, സീക്ക് ടു ബി ലൈക്ക് ജീസസ്. യേശുവിനെ അനുകരിക്കുക, യേശുവിനെ പോലെ ആയി തീരേണ്ടതായിട്ടുണ്ട്. വെളിപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ പ്രകാരം വായിക്കുന്നു, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്നു, നമുക്കറിയാം ഈ വാക്യത്തിൽ പറയുന്ന കുഞ്ഞാടിൻ്റെ കല്യാണം എന്നത് ചൂണ്ടിക്കാട്ടുന്നത് യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവിനെയും അതേപോലെ തന്നെ തൻ്റെ കാന്ത എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ ലോകത്ത് യേശുക്രിസ്തുവിനെ വരവേൽക്കുവാൻ തക്കവണ്ണം നിൽക്കുന്ന സഭയുമാണ്. അപ്പോൾ ഈ യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിൽ ഈ സഭ ഒരുങ്ങി നിൽക്കുന്നതായി ഇവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. എങ്ങനെയാണ് ഈ സഭ ഒരുങ്ങി നിൽക്കുന്നത്? ഒരു ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ വിശേഷ വസ്ത്രം? അപ്പോൾ ഈ വിശേഷ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഒരുങ്ങുന്നതെന്ന് നമ്മൾ വായിച്ചു. അപ്പോൾ എന്താണ് ഈ വിശേഷ വസ്ത്രം എന്ന് പറയുന്നത്? അത് തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. അപ്പോൾ ഈ വിശേഷ വസ്ത്രം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തി. അപ്പോൾ ഈ നീതി ആകുന്ന ഈ വസ്ത്രം അത് നമുക്കെങ്ങനെ ധരിക്കുവാൻ തക്കവണ്ണം സാധിക്കും? അതെപ്രകാരമാണ് നമുക്ക് ധരിക്കാൻ തക്കവണ്ണം സാധിക്കാം. അപ്പോൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് നീതി എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് സങ്കീർത്തനക്കാരൻ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ 119-ാം സങ്കീർത്തനം 172-ാം വാക്യത്തിൽ ദാവീദ് പ്രകാരം പറയുന്നു, നിന്റെ കൽപ്പനകളൊക്കെയും നീതിയായിരിക്കയാൽ എൻ്റെ നാവ് നിന്റെ വാഗ്ദാനത്തെക്കുറിച്ച് പാടട്ടെ. അപ്പോൾ എന്താണ് നീതി? ദൈവത്തിൻ്റെ കൽപ്പനകൾ. അപ്പോൾ വേദപുസ്തകത്തിൽ തന്നിരിക്കുന്ന സകല കൽപ്പനകളുടെയും അനുസരണത്തെയാണ് ഈ വിശേഷ വസ്ത്രം ധരിക്കുക എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. ജെനസിസ് മുതൽ റെവലേഷൻ വരെ തന്നിരിക്കുന്ന സകല കൽപ്പനകളും അനുസരിക്കുന്നതിലൂടെയാണ് ഈ വിശേഷ വസ്ത്രം നമ്മൾ
ധരിക്കുന്നതും കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങുവാൻ തക്കവണ്ണം സാധിക്കുന്നതും. അപ്പോൾ ഈ കൽപ്പനകളൊക്കെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരാവുക എന്നതാണത്. ഓക്കെ, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരാകുക. അപ്പം നമ്മളെപ്പോഴും പറയാറ് വി ആർ ക്രിസ്ത്യൻസ്. എന്താണ് ക്രിസ്ത്യാനി, അല്ലെങ്കിൽ വാട്ട് ഈസ് മെൻ ടു ബി ക്രിസ്ത്യൻ? ആരാണ് ക്രിസ്ത്യാനി? വൺ ഹു ലിവ്സ് ലൈക്ക് ക്രൈസ്റ്റ്. യേശുവിനെ പോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ക്രിസ്ത്യാനി, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ എന്ന് നമുക്ക് പറയാൻ നോക്കണം സാധിക്കുക. ഒരു സെവൻത് അഡ്വെന്റിസ്റ്റ് സഭയിൽ അംഗത്വം എടുത്തതുകൊണ്ട് മാത്രം ഒരു ക്രിസ്ത്യാനി ആകുന്നില്ല. വേദപുസ്തകത്തിലുള്ള അറിവ് കൊണ്ട് മാത്രം ഒരു ക്രിസ്ത്യാനി ആകുന്നില്ല. യേശു ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നെങ്കിൽ മാത്രമേ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പറയുവാൻ തക്കവണ്ണം സാധിക്കൂ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ നമുക്കറിയാം. അതിൽ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഈ ആത്മാവിൻ്റെ ഫലങ്ങളും അതിൽ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടോ എന്ന് നാം സ്വയം ചിന്തിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാവും, വേർ ഡു വി സ്റ്റാൻഡ്? ഞാൻ എവിടെ നിൽക്കുന്നു? ഞാൻ എത്രത്തോളം ക്രിസ്തുവിനോട് അടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കൊണ്ട് സാധിക്കും. ആ ആത്മാവിൻ്റെ ഫലങ്ങൾ, ക്രിസ്തുവിൻ്റെ സ്വഭാവമാവുന്ന ആ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിലേ ഞാനൊരു ക്രിസ്ത്യാനി എന്ന് നമുക്ക് പറയാൻ തക്കോണം സാധിക്കും. അതേപോലെ തന്നെ യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ തക്കോണം നമുക്ക് മാത്യു, മാർക്ക്, ലൂക്ക്, ജോൺ ഈ 4 ഗോസ്പൽ വായിക്കുന്നതിലൂടെ യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആ കാലയളവിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാനും അതിലൂടെ യേശുവിനെ കൂടുതൽ മനസ്സിലാക്കുവാനും ആ ഒരു യേശുവിൻ്റെ സ്വഭാവം നമുക്ക് കൂടുതലായി പഠിക്കുവാനും തക്കോണം സാധിക്കും. അതാണ് 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്, സീക്ക് ടു ബി ലൈക്ക് ജീസസ്. ഇനി 5ാമത്തെ കാര്യം മെമ്മറൈസ് സ്ക്രിപ്ചേഴ്സ്. വചനം മനഃപ്പാഠമാക്കുക. ഇപ്പം നമുക്കറിയാം, നാം പലപ്പോഴും വചനം വായിക്കാറുണ്ടെങ്കിലും വേദപുസ്തകം വായിക്കാറുണ്ടെങ്കിലും പലപ്പോഴും അത് മനഃപ്പാഠമാക്കുവാൻ തക്കവണ്ണം നമ്മൾ ശ്രമിക്കാറില്ല. ഓക്കെ, എന്താണ് അതിൻ്റെ ആവശ്യകത? വൈ ഷുഡ് വി മെമ്മറൈസ് സ്ക്രിപ്ചേഴ്സ്? എന്തിനാണ് നമ്മൾ വചനം പഠിക്കുന്നത്, മനഃപ്പാഠമാക്കുന്നത്? സങ്കീർത്തനങ്ങൾ 17-ാം അധ്യായം 4-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരന്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു. By the word of thy lips I have kept me from the paths of the destroyer. അതേപോലെ തന്നെ സങ്കീർത്തനങ്ങൾ 119-ാം അധ്യായം 11-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. Thy word have I hid in my heart that I might not sin against thee. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് ഈ സ്ക്രിപ്ചർ നമ്മൾ മെമ്മറൈസ് ചെയ്യേണ്ടത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണെന്ന് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്ക സാധിക്കും. എന്തിനാണ്? that I might not sin against thee. പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ തക്കവണ്ണമാണ് നമ്മളോട് വചനം മനഃപ്പാഠമാക്കേണ്ടത് എന്ന് പറയുന്നു. ഇതിനും നമുക്കൊരു എക്സാമ്പിൾ ഉണ്ട്. നമുക്കറിയാം, യേശുവിനെ സാത്താൻ പരീക്ഷിച്ചപ്പോൾ എങ്ങനെയാണ് യേശു ക്രിസ്തു ആ പരീക്ഷണം നേരിടാൻ തക്കവണ്ണം ഇടയായത്? എങ്ങനെയാണ്? വചനം കൊണ്ടാണ് യേശു ക്രിസ്തു ആ പരീക്ഷയെ നേരിട്ടത്. എപ്രകാരമാണ് ആ ഒരു സാഹചര്യത്തിൽ വചനം കൊണ്ട് ആ പരീക്ഷയെ നേരിടുന്നത് തക്കവണ്ണം കർത്താവിന് സാധിച്ചത്? എപ്രകാരമാണ്? ആ വചനം കർത്താവിൻ്റെ ഹൃദയത്തിൽ, യേശുവിൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നത് കൊണ്ടാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആ പരീക്ഷയെ വചനത്താൽ നേരിടുവാൻ തക്കവണ്ണം യേശുവിന് സാധിച്ചത്. അപ്പോൾ ഇതേപോലെ വചനം നാം മനഃപ്പാഠമാക്കി സൂക്ഷിച്ചാൽ നമുക്ക് പല പരീക്ഷണങ്ങൾ വരുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് അതിനെ നേരിടുവാൻ തക്കവണ്ണം അത് ഉപകാരപ്പെടും. ഇനി എപ്രകാരമാണ് നമുക്ക് ഈ വചനം മനഃപ്പാഠമാക്കുവാൻ തക്കവണ്ണം സാധിക്കുക? നാം പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേദപുസ്തകം വായിക്കാറുണ്ടെങ്കിലും പലപ്പോഴും നമ്മളത് മെമ്മറൈസ് ചെയ്യാൻ തക്കവണ്ണം ശ്രമിക്കാറില്ല. കാരണം ഒരു പരിധിവരെ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല എന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആദ്യം വേണ്ടത് ഒരാഗ്രഹമാണ്. ഒരിക്കലും നമുക്ക് ഒരു കാര്യം നമുക്ക് സ്വയം ഫോഴ്സ്ഫുള്ളി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തക്കവണ്ണം സാധിക്കില്ല. അപ്പോൾ ആദ്യം ഒരാഗ്രഹം വേണം. ആ ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക. അതിനുശേഷം അതിനുവേണ്ടി പ്രവർത്തിക്കുക. എല്ലാ ദിവസവും ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു വേഴ്സെങ്കിലും ഒരു ദിവസം നമ്മൾ പഠിക്കുക. ഓക്കെ, അതിനുവേണ്ടി ഒരു സ്പെസിഫിക് ടൈം അസൈൻ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ലേഷർ ടൈം, നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം അതിനുവേണ്ടി നമുക്ക് ചിലവഴിക്കാം. ഇത് പഠിക്കുക മാത്രമല്ല, ഇത് ഒരു പ്രാവശ്യം പഠിച്ചാൽ എന്നേക്കും നമ്മുടെ മനസ്സിൽ നിൽക്കില്ല. അതിനെ പീരിയോഡിക്കലി നമ്മൾ റിവൈസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അത് റിവൈസ് ചെയ്ത് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക. അപ്പോൾ ഈ ഒരു ശീലം ഇന്ന് മുതൽ നമ്മുടെ ലൈഫിൽ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഒരു ദിവസം
ഒരു വേഴ്സ് വെച്ച് നമ്മൾ സ്ക്രിപ്ചർ പഠിക്കാൻ തുടങ്ങുക. പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ അന്ത്യകാലത്ത് നമുക്കറിയാം വേദപുസ്തകം ലഭ്യമായെന്ന് വരില്ല. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മറ്റുള്ളവർക്ക് നമുക്ക് ഈ വചനം പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഇതേപോലെ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വചനം നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടാവണം. അതാണ് 5ാമത്തെ കാര്യം, വചനം മനഃപ്പാഠമാക്കുക. 6ാമത്തെ കാര്യം, കം ഔട്ട് ഫ്രം ദ വേൾഡ് ആൻഡ് ബി സെപ്പറേറ്റ്. ലൗകികതയിൽ നിന്ന് പുറത്തു വരേണ്ടതായിട്ടുള്ളൊരാവശ്യം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 17-18 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു: അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട്, ആരുടെ നടുവിൽ നിന്ന്? ഇവിടെ അവരുടെ എന്ന് ഉദ്ദേശിക്കുന്നത് അവിശ്വാസികളുടെ കൂട്ടത്തെയാണ്. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ. നമുക്ക് കളക്റ്റീവിൽ നമുക്ക് നോക്കുമ്പോൾ ഇന്ന് ഈ ലോകത്ത് നമ്മെ പാപത്തിലേക്ക് നയിക്കുന്ന സകല കാര്യങ്ങളിൽ നിന്നും പുറത്തു വരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. എന്തുമായിക്കൊള്ളട്ടെ നമ്മുടെ ചുറ്റും നോക്കുക, നമ്മെ എന്താണ് പാപത്തിലേക്ക് നയിക്കുന്നത്, നമ്മൾ അവസാനം ചെയ്ത ഒരു പാപം, അതിനെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ആ പാപം ചെയ്യാൻ തക്കവണ്ണം ഇടയായത്? എന്ത് കാരണത്താലാണ് ഞാൻ ആ പാപം ചെയ്തത് എന്ന് നമ്മൾ സ്വയം ഒന്ന് ആലോചിക്കുക. എന്നിട്ട് ആ കാരണം കണ്ടെത്തി ഏത് സാഹചര്യത്തിലാണോ നമ്മൾ പാപം ചെയ്യാൻ തക്കവണ്ണം ഇടയായത്, ആ സാഹചര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ എന്താണ് പാപത്തിലേക്ക് നയിക്കുന്നത് നമ്മൾ നോക്കുക. ചിലപ്പോൾ അത് ചില സോഷ്യൽ മീഡിയ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകെട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ ചില മൂവീസ് ആയിരിക്കാം. എന്ത് തന്നെയായാലും അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക. ഓക്കെ, ഇന്ന് ജാതികൾ ചെയ്യുന്ന സകല പ്രവൃത്തികളും അനുകരിച്ച് അവരിൽ ഒരാളായി ജീവിക്കാതെ അവരിൽ നിന്ന് പുറത്തു വന്ന് വേർപെട്ടിരിക്കുവാൻ തക്കോണം ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ എന്താണ്? നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. എന്താണ്? എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. എത്ര വലിയൊരു വാഗ്ദത്തമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അതാണ് 6ാമത്തെ കാര്യം, ലൗകികതയിൽ നിന്ന് പുറത്തു വരിക. ഇനി അടുത്ത് 7ാമത്തെ കാര്യം, വാട്ട് ഷുഡ് വി ഡു ഇൻ ഓർഡർ ടു പ്രിപ്പയർ ഫോർ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 7ാമത്തെ കാര്യം, ഡു നോട്ട് ഗീവ് അപ്പ് യുവർ ഫെയ്ത്ത് ആൻഡ് ഒബീഡിയൻസ്. ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം ഒരിക്കലും കുറയരുത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു: അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രേ ആകുന്നു. അപ്പോൾ ഒരിക്കലും നാം നമ്മുടെ വിശ്വാസത്തിൽ പുറകോട്ട് പോകുവാൻ തക്കണം പാടില്ല. അതിപ്പോൾ ഏത് പ്രതികൂല സാഹചര്യങ്ങളും ആയിക്കോട്ടെ, ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ തക്കോണം, ആ വിശ്വാസം കൈവിടാതെ അത് മുറുകെ പിടിക്കുവാൻ തക്കോണം നമുക്ക് സാധിക്കണം. ഓക്കെ, അതിനും നമ്മളിൽ ബൈബിളിലൊരു എക്സാമ്പിളുണ്ട്. അതേപോലെ ഒരു സാഹചര്യം വന്ന ഒരു വ്യക്തി, ലൂക്കോസിന് സുവിശേഷം 22-ാം അധ്യായം 31-32 വാക്യങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് മുൻപായി യേശുക്രിസ്തു പത്രോസിനോട് പറയുന്ന ഒരു വാചകമുണ്ട്. അത് പ്രകാരമാണ് യേശുക്രിസ്തു പറയുന്നത്: ശീമോനെ ശീമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. അപ്പോൾ ഇവിടെ ഒരു പരീക്ഷണം നേരിടേണ്ടതായിട്ട് വരും എന്ന് കർത്താവ് മുൻകൂട്ടി പത്രോസിനോട് പറയുകയാണ്, ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയം പത്രോസിൻ്റെ വിശ്വാസം പോകുവാതിരിക്കുവാൻ തക്കോണം, വിശ്വാസം കൈവിടാതിരിക്കുവാൻ തക്കോണം യേശുക്രിസ്തു പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ നമുക്കറിയാം പത്രോസിന് ആ പരീക്ഷ നേരിടേണ്ടതായിട്ട് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? യേശുക്രിസ്തുവിന് വേണ്ടി നിൽക്കണോ അതോ യേശുക്രിസ്തുവിനെ തള്ളിപ്പറയണോ എന്നുള്ളൊരു തീരുമാനമെടുക്കേണ്ടതായിട്ട് വന്നപ്പോൾ തൻ്റെ ജീവനെ ഭയന്ന് യേശുക്രിസ്തുവിനെ തള്ളിപ്പറയാൻ തക്കോണം പത്രോസ് ഇടയായി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പത്രോസിന് വിശ്വാസം കണ്ടെത്തുവാൻ തക്കോണം സാധിച്ചില്ല. നമ്മൾ ഓർക്കണം, പത്രോസ് എന്നത് കർത്താവിനോട് ഏറ്റവും അടുത്ത് നിന്നൊരു ശിഷ്യൻ, സദാസമയവും കർത്താവിനോട് കൂടെ നടന്ന് അത്രയും വിശ്വാസമുള്ള ഒരു ശിഷ്യനാണ്. ആ ഒരു സാഹചര്യം വന്നപ്പോൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് പതറി.
അത്രയും നാൾ കൂടെ നടന്ന കർത്താവിനെ തള്ളി പറയാൻ തൊക്കണം പത്രോസ് മനസ്സ് കാണിച്ചു. പക്ഷേ നമുക്ക് പിന്നെ അറിയാം, എന്നാൽ തൻ്റെ വിശ്വാസം പൂർണ്ണമായി കൈവിടിയാതെ താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി അതിനുവേണ്ടി പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവസ്ഥാനത്തിലേക്ക് തിരിച്ചു വന്നൊരു വ്യക്തിയും കൂടിയാണ് പത്രോസ്. പക്ഷേ നമ്മളിവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, നമുക്കും ഇതേപോലെ അന്ത്യകാലത്ത് സാത്താൻ്റെ പല പരീക്ഷണങ്ങളും നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ എത്രമാത്രം വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കണം, എത്രത്തോളം വിശ്വാസം നമുക്ക് വേണം ആ ഒരു പരീക്ഷ അതിജീവിക്കാൻ തക്കൊണ്ട് നമ്മൾ ചിന്തിച്ച് നോക്കുക. അന്ന് വിശ്വാസത്തിൽ ഉറച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കോണം നമുക്ക് സാധിക്കണം. അതാണ് 7ാമത്തെ കാര്യം, വിശ്വാസം കൈവിടിയാതിരിക്കുക. 8ാമത്തെ കാര്യം, ലീഡ് സോൾസ് ടു ക്രൈസ്റ്റ്, ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് നയിക്കുക. എപ്രകാരമാണ് ആത്മാക്കളെ നമുക്ക് ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ തക്കോണം സാധിക്കുന്നത്? ഇപ്പം നാം എവിടെയാണെങ്കിലും നാം എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും, നാം ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും, നാം ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പോലും, നാം എവിടെയാണോ അവിടെ യേശുവിനെ നാം സാക്ഷീകരിക്കേണ്ടതായിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ടും സകല ജാതികളെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളവും എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. അപ്പോൾ എത്ര വലിയൊരു ഉത്തരവാദിത്വമാണ് നമ്മെ ഇവിടെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഭവനത്തിൽ മാത്രമല്ല, പള്ളികളിൽ മാത്രമല്ല വചനം ഘോഷിക്കേണ്ടത്, സകല ജാതികളോട് നമ്മൾ വചനം സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ, വലിയ കാര്യങ്ങളൊന്നും വേണ്ട, നമുക്കറിയാവുന്ന കാര്യങ്ങൾ, ദൈവം നമ്മളോട് എന്തൊക്കെയാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക, അവരുമായിട്ട് ഷെയർ ചെയ്യുക. പക്ഷേ there's a catch. മറ്റൊരാളെ ദൈവത്തിലേക്ക് നമുക്ക് നയിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ വ്യക്തിയുടെ മേൽ നമുക്കൊരു സ്വാധീനം വേണം, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സ്വാധീനം നമുക്ക് വേണമെങ്കിൽ ആദ്യം നാം എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാവുന്ന ഈ വചനം ആദ്യം നമ്മുടെ ജീവിതത്തിൽ നാം ആണ് പ്രാവർത്തികമാക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ള ഒരാളെ ഇതിലേക്ക് നയിക്കുവാൻ തക്കോണം സാധിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരാളിപ്പോൾ ഈ പ്രസംഗ പീഠത്തിൽ നിന്ന്, വചനത്തിൽ നിന്ന് പല നല്ല കാര്യങ്ങളും പറഞ്ഞ് പല ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. എന്നാൽ ആ പ്രസംഗ പീഠത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി നേരെ വിപരീതമാണെങ്കിൽ, കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ വാക്കിന് എന്ത് വിലയാണുള്ളത്? ആരാണ് ആ വാക്കുകൾ, ആരാണ് ആ ഉപദേശം സ്വീകരിക്കുവാൻ തക്കോണം തയ്യാറാകുക? ആരുമില്ല. അതാണ്. അപ്പോൾ നാം ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് നമുക്ക് ഒരു മാതൃകയാകുവാൻ തക്കോണം സാധിക്കുക. അങ്ങനെ ഒരു മാതൃകയാകുവാൻ തക്കോണം സാധിച്ചെങ്കിൽ മാത്രമേ അങ്ങനെ ജീവിക്കാൻ തക്കോണം മറ്റുള്ളവരെ നമുക്ക് പ്രേരിപ്പിക്കാൻ തക്കോണം സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട 8ാമത്തെ കാര്യം. ഓക്കെ, ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് നയിക്കുക. നമുക്ക് അറിഞ്ഞിരിക്കുന്ന വചനം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് അവരെയും കൂടെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ തക്കോണം നമ്മൾ സന്നദ്ധരാണ്. 9ാമത്തെ കാര്യം, കീപ് ദ 10 കമാൻഡ്മെൻറ്റ്സ് ഇൻക്ലൂഡിങ് ദി ശാബത്ത് കമാൻഡ്മെൻറ്റ്. 10 കൽപ്പനകളെ, ശബദ കൽപ്പന ഉൾപ്പെടുന്ന 10 കൽപ്പനകളെയും നാം അനുസരിക്കേണ്ടതായിട്ടുണ്ട്. ഈ 10 കൽപ്പന മാത്രമല്ല, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ സത്യവേദ പുസ്തകത്തിലെ സകല കൽപ്പനകളും നാം അനുസരിക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും അതിൽ 10-ൽ 9 കൽപ്പന മാത്രമല്ല, സകല കൽപ്പന, 10-ൽ 10 കൽപ്പനകളും നാം അനുസരിക്കേണ്ടതായിട്ടുള്ള. കാരണം ഒരുത്തൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിലും കുറ്റക്കാരനായി തീർന്നു. നാം 10 കൽപ്പനയിൽ 9 കൽപ്പനകൾ അനുസരിച്ചിട്ട് ഒരു കൽപ്പന ലംഘിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ അത് 10 കൽപ്പനകളും ലംഘിക്കുന്നതിന് തുല്യമാണെന്ന് വേദപുസ്തകം നമ്മളോട് പറയുന്നു. ഓക്കെ, അപ്പോൾ ദർ ഇസ് നോ 99% എന്ന് പറയുന്ന ഒരു കാര്യം കൽപ്പന അനുസരണത്തിലില്ല. എയ്തർ ദർ ഇസ് 100% ഓർ 0%. ഈ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനിടയിലുള്ള ഒരു കാര്യവും കൽപ്പന അനുസരണത്തിൽ നമുക്ക് ഒന്നെങ്കിൽ എല്ലാം അനുസരിക്കുക, അല്ലെങ്കിൽ അതിൽ ഒന്നിൽ തെറ്റിയാൽ നാം എല്ലാം തെറ്റിച്ച പോലെയാണ്. ഓക്കെ, ഇതിൽ ശബദ കൽപ്പന എടുത്തു പറയാൻ തൊക്കോണം. കാരണം നാം മറക്കാൻ തൊക്കോണം ഏറ്റവും സാധ്യതയുള്ള ഒരു കൽപ്പനയാണ് ശബദ കൽപ്പനയാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പ്രത്യേകം പറയുന്നത് ശബദിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന് പറയുന്നത്.
യു ഷുഡ് റിമെമ്പർ ദി സാബത്ത് ഡേ ടു കീപ് ഇറ്റ് ഹോളി. പുറപ്പാടിൻ്റെ പുസ്തകം 20 അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യം. ശബത നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക, 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബതാകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തെയും നിന്റെ പടിവാതിൽക്കകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശബത് തോറും പള്ളിയിൽ പോകുകയും ശബത്തിനെ ഏറ്റവും അധികം വിശുദ്ധമായി ചെലവഴിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോഴും അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോഴും ഒക്കെ നമുക്കിത് മനസ്സിലാക്കുവാൻ തക്കൊണ്ട് സാധിക്കും. അപ്പോൾ നാമും അതേപോലെ ആയിരിക്കണം. എല്ലാ ശബത്തുകളെയും വിശദീകരിക്കുന്ന ഒരു സ്വഭാവം, ഒരു ശബത്ത് പോലും ലംഘിക്കാതെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 66-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങൾ: ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പാകെ നിൽക്കുന്ന പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ അമാവാസി തോറും ശബത് തോറും സകല ജഡവും എൻ്റെ സന്നിധിയിൽ നമസ്കരിപ്പാൻ വരും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അപ്പം നിത്യതയോളം പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടായിക്കഴിഞ്ഞും ശബത് എന്നത് എല്ലാവർക്കും ഒത്തുകൂടുവാനും ദൈവത്തെ ആരാധിക്കുവാനും ഉള്ളൊരു ദിവസമായി നിലനിൽക്കും എന്ന് വചനം പറയുന്നു. അപ്പോൾ അത് ഇന്നു മുതൽ തന്നെ നമ്മളത് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായിരുന്നു 9-ാമത്തെ കാര്യം, കൽപ്പനാനുസരണം, സകല കൽപ്പനകളുടെയും അനുസരണം. 10-ാമത്തെ കാര്യം, ബി ബാപ്റ്റൈസ്ഡ് ഓർ റീബാപ്റ്റൈസ്ഡ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 37 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പത്രോസിൻ്റെ സന്ദേശം കേട്ട് ഒരു കൂട്ടം ജനങ്ങൾ അവരുടെ മനസ്സിൽ കുത്തുകൊണ്ട് അവർ പത്രോസിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ജനങ്ങൾ പത്രോസിനോട് ചോദിക്കുമ്പോൾ പത്രോസ് ഇപ്രകാരം ഒരു മറുപടിയാണ് അവർക്ക് കൊടുക്കുന്നത്: നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഇത് കേട്ടതിന് ശേഷം അനേകം പേർ ഈ വാക്ക് സ്വീകരിച്ച് സ്നാനമേറ്റതായി നമുക്ക് കാണുവാൻ തക്കൊണ്ട് സാധിക്കും. അപ്പോൾ നാം വിശ്വസിച്ച് സ്നാനമേൽക്കുന്നതിലൂടെയാണ് നാം സഭയോട് ചേരുന്നതും അതുപോലെ തന്നെ രക്ഷ പ്രാപിക്കുന്നതും. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നിവിടെ പറഞ്ഞ ഈ 10 കാര്യങ്ങൾ, ഈ സകല കാര്യങ്ങളും ആദ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കണമെന്നുണ്ടെങ്കിൽ there is a one criteria behind this. ഒരു കാര്യമുണ്ട്, നാം ആദ്യം യേശുവിനെ സ്നേഹിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, യേശുവിൻ്റെ ക്യാരക്ടർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ തക്കോണം സാധിക്കൂ. ഒരിക്കലും ഒരു ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയെ അനുകരിക്കുവാൻ തക്കോണം നമ്മൾ ശ്രമിക്കില്ല, അല്ലേ? ഒരു വ്യക്തിയെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അത്രയും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ പോലെ ആകുവാൻ തക്കമുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകുകയുള്ളൂ. ഓക്കെ, അപ്പോൾ യേശുവിൻ്റെ ക്യാരക്ടർ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു സ്വഭാവം നമുക്ക് അനുകരിക്കാൻ തക്കവണ്ണം നമ്മൾ പൂർണ്ണ മനസ്സോടെ അതിനുവേണ്ടി പ്രവർത്തിക്കുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അപ്പോൾ ഞാനിത് നിങ്ങളുമായി പങ്കുവച്ച ഈ കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് നാം ഓരോ കാര്യങ്ങളും എടുത്ത് നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക. ദെൻ വി വിൽ അണ്ടർസ്റ്റാൻഡ് വേർ ഡു വി സ്റ്റാൻഡ്. നാം എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കൊണ്ട് സാധിക്കും. നാം ഒരുങ്ങിയിട്ടുണ്ടോ? 1-ാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, പ്രേ ഓൾവേസ്. നാം ദിവസവും മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നവരാണോ അതോ പ്രാർത്ഥിക്കുന്നതിൽ അലസത കാണിക്കുന്നവരായിട്ടാണോ നാം ജീവിക്കുന്നത്? 2-ാമത്തെ കാര്യം, വാച്ച്, ജാഗരൂകരായിരിക്കാം. നാം പരീക്ഷണങ്ങളിൽ അകപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരാണോ എന്ന് നാം ചിന്തിക്കുക. 3-ാമത്തെ കാര്യം, ബിഹോൾഡിങ് ക്രൈസ്റ്റ്. നാം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്നവരാണോ എന്ന് ചിന്തിക്കുക. നമ്മുടെ ചിന്തയും പ്രവൃത്തിയും എല്ലാം എപ്രകാരമാണ്? അത് യേശുവിനെ പോലെയാണോ അതോ ഈ ലോകത്തെ പോലെയാണോ, ലൗകികമായാണോ നാം ജീവിക്കുന്നതെന്ന് ചിന്തിക്കുക. 4-ാമത്തെ കാര്യം, സീക്ക് ടു ബി ലൈക്ക് ജീസസ്. നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സ്വഭാവമുള്ളവരായാണോ നാം ജീവിക്കുന്നത് അതോ ജഡത്തിൻ്റെ സ്വഭാവമുള്ളവരായാണോ നാം ജീവിക്കുന്നതെന്ന് ചിന്തിക്കുക. 5-ാമത്തെ കാര്യം, വചനം മനഃപ്പാഠമാക്കുക. മെമ്മറൈസ് ദ സ്ക്രിപ്ചേഴ്സ്. നാം വചനം മനഃപ്പാഠമാക്കി അന്ത്യനാളുകളിലെ പരീക്ഷണങ്ങൾക്കായി ഒരുങ്ങുന്നുണ്ടോ? 6-ാമത്തെ കാര്യം, കം ഔട്ട് ഫ്രം ദ വേൾഡ് ആൻഡ് ബി സെപ്പറേറ്റ്.
നാം ലൗകികമായ സുഖങ്ങളിൽ അടിമപ്പെട്ട് ജാതികളിൽ ഒരാളായി ജീവിക്കാതെ അവരിൽ നിന്ന് പുറപ്പെട്ടു വന്ന് നമ്മെ എന്താണോ പാപത്തിലേക്ക് നയിക്കുന്നത് ആ സാഹചര്യം, ആ കാരണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കി നന്മയുള്ളൊരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം നാം ഒരുക്കമാണോ? 7ാമത്തെ കാര്യം, ഡു നോട്ട് ഗീവ് അപ്പ് യുവർ ഫെയ്ത്ത്. ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും ദൈവത്തിലുള്ള വിശ്വാസം കുറയരുത്. അങ്ങനെ ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം നാം ഒരുക്കമുള്ളവരാണോ? 8ാമത്തെ കാര്യം, ലീഡ് സോൾസ് ടു ക്രൈസ്റ്റ്. ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് നയിക്കുക. നമുക്കറിയാവുന്ന വചനം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും അവരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനും തക്കവണ്ണം നാം ഒരുക്കമുള്ളവരാണോ? 9ാമത്തെ കാര്യം, കീപ് ദ 10 കമാൻഡ്മെൻറ്റ്സ്. നീതിയാകുന്ന യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമാകുന്ന ആ കൽപ്പനകൾ അനുസരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ശബദ കൽപ്പനകളെ ശബദിനെ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. 10ാമത്തെ കാര്യം, ബി ബാപ്റ്റൈസ്ഡ്. സ്നാനമേൽക്കുക. ഓക്കെ, 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യം, ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം. ടുഡേ ഈസ് ദ ഡേ, ദിസ് ഇസ് ദ ടൈം വി ആർ ഗിവൻ. നമുക്ക് തന്നിരിക്കുന്ന സമയം ഇന്നാണ്, ഇതാണ്. എത്രയും വേഗത്തിൽ ആ കൃപയുടെ വാതിൽ അടയാൻ തൊക്കണം പോവുകയാണ്. ആ കൃപയുടെ വാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷയില്ല. ആ മഹാദിവസത്തിൽ, ആ കർത്താവിൻ്റെ 2ാം വരവിൽ അന്ന് നമ്മൾ ദുഷ്ടന്മാരുടെ കൂട്ടത്തിൽ നശിപ്പിക്കപ്പെടും. അപ്പോൾ ആ കൃപയുടെ വാതിൽ അടയുന്നതിന് മുമ്പായി നാം ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. സ്പിരിറ്റ് ഓഫ് പ്രൊഫസിയിൽ കർത്താവിൻ്റെ 2ാം വരവിൽ 2 കൂട്ടം ജനങ്ങളെപ്പറ്റി സ്പിരിറ്റ് ഓഫ് പ്രൊഫസിയിൽ പറയുന്നുണ്ട്. അതിലൊരു കൂട്ടർ പ്രകാരം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ന്യായവിധി ഭൂമിമേൽ വരുന്നു എന്ന് ഞങ്ങൾക്കറിയാം, എന്നാൽ ഇവ ഇത്ര പെട്ടെന്ന് വരുമെന്നുള്ളത് അറിഞ്ഞുകൂടായിരുന്നു. മറ്റൊരു കൂട്ടർ, നിങ്ങൾ അറിഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല, ഞങ്ങൾ ഇതറിഞ്ഞില്ലല്ലോ എന്ന് അതിദുഃഖത്തോടെ പറയുന്നു. ഇതിലാദ്യത്തെ കൂട്ടർ ആരാണ്? ഞങ്ങൾ യേശുക്രിസ്തു വരുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു, എന്നാൽ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, ഞങ്ങൾക്ക് ഒരുങ്ങുവാൻ തക്കവണ്ണം സാധിച്ചില്ല എന്ന് പറയുന്ന ആ ഒരു കൂട്ടർ ആരാണ്? അത് വചനമറിയുന്ന ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരുമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ നമ്മളുണ്ടാവുമോ എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ആ ഒരു കൃപയുടെ വാതിൽ അടയുന്നതിന് മുമ്പ് നാം മാനസാന്തരപ്പെട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വരവിൽ ആനന്ദിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കുവാൻ തക്കോണം, വിശുദ്ധന്മാരുടെ കൂട്ടത്തിലായിരിക്കുവാൻ തക്കോണം നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് കേട്ട ഈ സന്ദേശം എങ്ങനെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം, പ്രാക്ടിക്കലാക്കുവാൻ തക്കോണം സാധിക്കും എന്ന് നാം തന്നെ നമ്മളോട് ചോദിച്ച് അതിനു വേണ്ടിയിട്ടുള്ള വഴികൾ നാം തന്നെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായി ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.